ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തി തരുന്നത്. പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ നമ്മളൊരു കരോക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കരോക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ വോയിസിൽ ക്ലാരിറ്റി കുറവും അതൊരു ഡാമേജും പല ഡാമേജസും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത്ര ഓഡിയോ ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ, ഇത് പുതിയൊരു AI ടെക്നോളജിയൊക്കെ ഉള്ള നല്ലൊരു കിടിലൻ ആപ്ലിക്കേഷനാണ്. എങ്ങനെ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കരോക്കെ മേക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ട്യൂട്ടോറിയൽസൊക്കെ ഉണ്ടാവും. ട്യൂട്ടോറിയൽസൊക്കെ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഫേസ്ബുക്ക് വെച്ചിട്ടോ ഗൂഗിൾ വെച്ചിട്ടോ ഒക്കെ ഇമെയിൽ വെച്ചിട്ടോ ഒക്കെ സൈൻ ഇൻ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ ഈ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഫയൽ, ആപ്പ്, ഗാലറി, റെക്കോർഡ്, ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓഡിയോ ആണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ ആപ്പ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഗാലറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ആണ് ഓപ്ഷൻസ് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിന് ഒരിക്കലും കരോക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓഡിയോ എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഫയൽ ആപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് അലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽസോ അങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിന്ന് നമുക്കിഷ്ടമുള്ള ഏതാണോ കരോക്കെ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സോങ് ആഡ് ചെയ്തപ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ഈ ഹൈഫൈ എന്ന് പറഞ്ഞിട്ട് ഈ ലോക്ക് വരുന്ന അതിലൊന്നും ഒരിക്കലും ക്ലിക്ക് ചെയ്യണ്ട. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ കരോക്കെ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഈ വോക്കൽ ഇൻസ്ട്രുമെൻ്റൽ 2 ട്രാക്സ് സെലക്ട് ചെയ്യാം, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓഡിയോ ഫയൽ ഇങ്ങനെ അപ്ലോഡ് ആവുന്നത് കാണാം. അത് 100 ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അവിടെ പ്രോസസ്സിംഗ് കാണിക്കുന്നുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഓഡിയോയിൽ. അപ്പോൾ അതും 100% ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സോങ്ങിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ കണ്ടോ, വോക്കലും അതുപോലെ ഇൻസ്ട്രുമെൻ്റ് വോയിസും സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കരോക്കെ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വോക്കൽ സൗണ്ട് ഫുള്ള് കുറക്കുക. എന്നിട്ട് ഇൻസ്ട്രുമെൻ്റ് സൗണ്ട് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആവും കരോക്കെ ആയിട്ട്. അതുപോലെ നമുക്ക് വോക്കൽ മാത്രമാണ് കേൾക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ശരിക്കും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയിട്ടുള്ള വോയിസാണ് നമുക്ക് കിട്ടുക. ഭയങ്കര ഒരു മാജിക് ആയിട്ടാണ് എനിക്കത് തോന്നുന്നത്. ഞാൻ ഒരുപാട് കരോക്കെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് തോന്നിയത്. കാരണം അതിലൊന്നുമില്ലാതെ അത്രയും ക്ലാരിറ്റിയിൽ എനിക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ കരോക്കെ സേവ് ചെയ്ത് എന്താ ഈ താഴെ കാണുന്ന സേവ് കൊടുക്കുക, സേവ് ടു ഡിവൈസ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓൾറെഡി MP3 ആണല്ലോ, അപ്പോൾ സേവ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എക്സ്പോർട്ടിങ് ആവും. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കരോക്കെ മേക്ക് ചെയ്തെടുക്കാം. ചാനൽ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ കിടിലൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.